റെയിൽവേക്കെതിരെ തിരുവനന്തപുരം നഗരസഭ രംഗത്ത് വരുന്നതിന്റെ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. റെയിൽവേ തുടർച്ചയായി കാണിക്കുന്നത് ജനങ്ങളോടും കോർപ്പറേഷനോടുമുള്ള വെല്ലുവിളിയാണ് എന്ന് പറയുന്നു മേയർ ആര്യ രാജേന്ദ്രൻ. സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ അനുവാദം പോലും വാങ്ങാതെ റെയിൽവേ 10 ലോഡ് മാലിന്യം നിക്ഷേപിച്ചുവെന്ന് ആര്യ രാജേന്ദ്രൻ പറയുന്നു. ഈ തിരുവനന്തപുരം നഗരവുമായി ബന്ധപ്പെട്ട് എക്കാലത്തെയും വലിയ പ്രതിസന്ധി. ഇവിടെ മഴയുണ്ടാകുമ്പോൾ വെള്ളം എങ്ങനെ ഉയരുന്നു, ഇവിടുത്തെ ഓടകളൊന്നും ശരിയല്ല, റെയിൽവേയും കോർപ്പറേഷനും തമ്മിലുള്ള തർക്കം, അതിനിടയിൽ ഒരു മാലിന്യം നീക്കം ചെയ്യുന്നതിൽ ഒരു തൊഴിലാളി മരിച്ച ദുസ്ഥിതി പോലും കഴിഞ്ഞ വർഷം നമ്മൾ കാണേണ്ടി വന്നു. എപ്പോഴും നഗരസഭയും റെയിൽവേയുമായിട്ട് ഈ കാര്യത്തിൽ ഒരു തർക്കം എപ്പോഴുമുണ്ട്. അത് വർഷങ്ങളായിട്ട് അത് പരിഹരിക്കപ്പെടാതെ കിടക്കുകയാണ്. രണ്ടുപേർക്കും ജനനന്മ, അതായത് റെയിൽവേയും ജനങ്ങളെ സേവിക്കുന്ന ഒരു സംവിധാനമാണ്, കോർപ്പറേഷൻ ഇവിടെ തദ്ദേശ തലത്തിൽ ഈ കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്ന പരിപാടികൾ നടപ്പാക്കുന്ന ഒരു ഏജൻസിയാണ്. ഇവർ തമ്മിൽ തർക്കിച്ചിട്ട് കാര്യമില്ല, അത് പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ട കാര്യം തന്നെയാണ്. നവംബർ മാസം 21-ാം തീയതി നഗരസഭയുടെ തന്നെ അണമുഖം വാർഡിലുള്ള ഒരു സ്റ്റേഡിയത്തിൽ, ഒരു ഗ്രൗണ്ടിൽ ഏതാണ്ട് 25ഓളം ലോഡ് മാലിന്യങ്ങൾ റെയിൽവേ നൽകിയ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ മാലിന്യം മാറ്റുന്ന ആളുകൾ കൊണ്ട് നിക്ഷേപിക്കുന്ന സാഹചര്യമുണ്ടായി. നഗരസഭയുടെ നേതൃത്വത്തിലുള്ള ആരോഗ്യ വിഭാഗം ജീവനക്കാരുടെ സ്ക്വാഡ് പരിശോധിച്ച് ചെല്ലുമ്പോൾ ഒരു സ്വകാര്യ ഭൂമിയിൽ ഏതാണ്ട് 10 ലോഡുകളോളം മാലിന്യം നിക്ഷേപിക്കുന്ന കാഴ്ചയാണ് കണ്ടത്.